ഹലോ ഗൈസ്, നല്ലൊരു സൂപ്പർ മലയാളി സ്ക്വാഡിനെയാണ് കിട്ടിയിരിക്കുന്നത്. റാൻഡമായിട്ട് കിട്ടിയതാ. അപ്പം എക്സൂട്ട് കിട്ടിയിട്ട് ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്. എന്തായാലും അത് ചീറ്റി പോയിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫെയിലിയർ ആണ്. ക്ലച്ചൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്ക്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്ട് എവിടുന്നും ഇല്ലാതെ ഒരുത്തതാണ്ട് ഈ സ്റ്റെപ്പ് കയറി പോയതാ. പാവം പിടിച്ചവനെ എൻ്റെ ഉസിക്ക് ഇരയായി. അവനെ അങ്ങ് തീർത്ത് അവൻ്റെ കില്ലം കൺഫ്യൂസ് ചെയ്ത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു സ്ക്വാഡ് ഉണ്ടെന്ന്. അപ്പം ജസ്റ്റ് ഫ്രീ ഫയർ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ബാക്കി ഗെയിം പ്ലേ നിങ്ങൾ കണ്ടു നോക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് ഏജിലൊരു ഫാൻ അനക്കം ബ്രോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നൈസിനൊരു ഓൾട്ടോ ബുക്ക് ചെയ്തിട്ട് നോക്കി. എന്നിട്ട് അവിടെ അങ്ങ് വരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും ഒരു പ്രീ നീഡ് നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ പുട്ട് അടുത്ത് വന്നു. അപ്പോൾ പ്രീ നീഡ് ഇട്ട് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്യുക, പൊട്ടിയില്ല. ആടെ പൊട്ടും. പൊട്ടുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ടീമേറ്റ് നോക്കായപ്പോൾ തന്നെ ജസ്റ്റ് ഒരു എയിം ട്രാൻസ്ഫർ ആടെ. അങ്ങനെ അവനെ എടുത്ത് അത് സ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാ ദാടക്കുന്നത്. അവൻ വന്ന് എന്നെ അടിച്ച് നോക്കാക്കി. അവിടെ HP കുറഞ്ഞിട്ട് അങ്ങനെ വീണതിന് ശേഷം താണ്ടെ വീണ്ടും മിഡ്ഷൈനിൽ വന്നു. മിഡ്ഷൈനിൽ വന്നപ്പോൾ താണ്ടെ മിഡ്ഷൈനിൽ ഫ്രണ്ടിൽ ആ രണ്ട് വീട്ടിൽ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് വീട്ടിൽ എനിമിയുണ്ട്. അപ്പോൾ ഒരുത്തനെ നോക്ക് ചെയ്തിട്ട് ഞാൻ നൈസിന് കില്ല് കൺഫേം ചെയ്യേണ്ട ഒരു മോൾട്ടോ വലിച്ച് ഇട്ടിട്ടുണ്ട്. ബാക്കി ഗെയിം പ്ലേ നിങ്ങൾ കണ്ടു നോക്ക്. ഒരു കാരണവശാലും ഇറങ്ങത്തില്ല. അതുമാതിരി നിൽക്കുക. എന്നുവെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കിയിട്ട് അവ ഇറങ്ങുന്നില്ല. ഞാൻ നേരെ ഫ്രീ ഫയർ ചെയ്യുന്നു, വീണ്ടും ഫ്രീ ഫയർ ചെയ്യുന്നു, ഇറങ്ങുന്നില്ല. നമുക്ക് ഇടത്തെ സൈഡിൽ നിന്ന് അവൻ്റെ ടീമേറ്റ് വന്ന് എന്നെ നോക്കാക്കി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീമേറ്റ് പോയി റീകോൾ ചെയ്ത് ഞാൻ കുറച്ച് ലൂട്ടൊക്കെ ആയിട്ട് M4ഉം AK ഒക്കെ ആയിട്ട് ഞാൻ നോക്കി. അപ്പം ഔട്ട് സോണിലൊരു ടീമുണ്ട്. ആ ടീമിനെ അടിച്ചോണ്ടിരുന്നപ്പം ബാക്കിൽ നിന്ന് നല്ലൊരു സ്പ്രേ വന്നപ്പോൾ ടീമേറ്റ് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആരെയൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരുത്തൻ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ആ പാറക്കല്ലിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവിടുത്തെ വണ്ടി എടുത്ത് പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവന് കൊടുത്തൊരു സ്പ്രേ അതിലവനെ നോക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ എവിടുന്നും ഇല്ലാതെ ഒരുത്തൻ വന്ന് എന്നെ അടിച്ചു. അപ്പോൾ ഞാനും അവിടെ പടമായി. അതോടെ ആ കളി അവിടെ തീരുമാനമായി. പിന്നെ ഇത് കണക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്യുക. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പം കാണാം ഗൈസ്.